നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് ആദ്യമായിട്ട് കടന്നു വരികയാണെങ്കിലും പക്ഷേ ഈ കൊല്ലത്ത് വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ വേലയാണ്, കർത്താവിൻ്റെ കാര്യമാണത്. അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നെയും ദൈവം തിരഞ്ഞെടുത്ത്, അതായത് ഈ ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത് എന്നെ കണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആരും അബദ്ധവശാൽ വന്നവരല്ല, അല്ലേ? ആരും അബദ്ധവശാൽ വന്നതല്ല. ദൈവം എല്ലാവരും നമ്മളെ ചൂസ് ചെയ്ത് പേര് പറഞ്ഞു വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായിട്ട് ദൈവത്തെ സ്തോത്രം പറയുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പപ്പ TC യോഹന്നാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ഒളിമ്പ്യനാണ്. അദ്ദേഹം ഇവിടുത്തെ എഴുകോൺ എന്ന സ്ഥലത്ത് നിന്ന് വന്ന വ്യക്തിയാണ്. പപ്പയെ കണ്ടാണ് ഞാൻ വളരുന്നത്. പപ്പ ലോങ് ജമ്പറായിരുന്നു, അത്ലറ്റിക്സിൽ ഏഷ്യൻ റെക്കോർഡ് ഹോൾഡറായിരുന്നു, ഒളിമ്പിക്സിന് പോയ വ്യക്തിയാണ്. അദ്ദേഹം കമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സ്പോർട്സിൽ ഈ കമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കഥകൾ കേട്ടിട്ടുണ്ട്, പപ്പയുടെ കയ്യിൽ നിന്നും ബാക്കിയുള്ളവരും കഥ കേട്ട് ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പപ്പയുടെ കഥകൾ കേട്ടും പരിചയപ്പെട്ടും കണ്ടും വളർന്ന ഞാനും ഒരു ഇൻ്റർനാഷണൽ താരമാണെന്ന് വളരെ കൊച്ചുനാളിലെ തൊട്ട് സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയത്. ആദ്യം അത്ലറ്റിക്സ് ആയിരുന്നു, പിന്നെയാണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ക്രിക്കറ്റിൻ്റെ ഭ്രമം പിടിക്കുന്നത്. ക്രിക്കറ്റ് ബോൾ എടുത്ത് എറിഞ്ഞു തുടങ്ങുമ്പം തന്നെ അറിയാം, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വെളിച്ചം അകത്തേക്ക് വന്നു, എനിക്ക് പന്തെറിയാൻ ഒരു കഴിവുണ്ട് എന്ന് അറിയാമായിരുന്നു. അതും ഈ കൊല്ലം ദേശത്ത് തന്നെ വന്നാണ് പന്തൊക്കെ എറിഞ്ഞ് തുടങ്ങിയത്. അറിയാം, വലിയ കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും കേരളത്തിലില്ല. പക്ഷേ ഫാസ്റ്റായിട്ട് ഓടാനും ഒരു അത്ലറ്റിക് ആയിട്ടുള്ളൊരു ബോഡിയും ദൈവം തന്നിരിക്കുന്നുണ്ട്, ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പന്തെടുത്ത് എറിഞ്ഞ് തുടങ്ങിയപ്പോൾ ഒരു വേഗത ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരെയും സ്പീഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു, ഞാനത് വിശ്വസിച്ചു. അതിൻ്റെ പുറകിൽ പോയി ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി എങ്ങനെയെങ്കിലും കളിക്കണം, ആ നീല ജേഴ്സി എങ്ങനെയെങ്കിലും അണിയണം എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ പുറകിൽ ഓടി, വളരെ വ്യഗ്രതയോടെ ഓടി. അത് ലഭിച്ചു. 97 ഞാൻ സീരിയസ് ആയിട്ട് കളി തുടങ്ങുന്നത്. എനിക്കറിയാം കേരളത്തിൽ നിന്നാൽ എങ്ങും എത്തത്തില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ കളി അഭ്യസിക്കാൻ പോയി. MRF പേസ് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനത്തിൽ പോയി. അവിടെ ഫാസ്റ്റ് ബോളിങ്ങിന് സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് തരുന്ന സ്ഥലമാണ്. അവിടെ വളരെ വളരെ അനുഗ്രഹം കൊണ്ട് സെലക്ഷൻ കിട്ടി. അവിടെ ആദ്യത്തെ മലയാളിയാണ് അവിടെ സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ദൈവം ഒരുക്കിയ വഴിയാണ്, പുറകിലേക്ക് നോക്കുമ്പോൾ ദൈവം ഒരുക്കിയ വഴിയാണ്. അപ്പം 97 അവിടെ പോയി, അവിടെ അഭ്യസിച്ചു, ഫാസ്റ്റ് ബോളിങ് എന്തെന്ന് പഠിച്ചു. 2001 ഡിസംബറിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കേട്ടോ. ഞാനും പുറകിലേക്ക് നോക്കുമ്പോൾ അതെത്ര അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതുവരെ 316 പ്ലെയേഴ്സാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുവരെ ആ ടെസ്റ്റ് ക്യാപ്പ് അണിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് മാച്ച് കളിച്ചിരിക്കുന്നത്. ടെസ്റ്റ് മാച്ച് എന്താണെന്ന് അറിയാമല്ലോ, വെള്ള വസ്ത്രം ധരിച്ച് കളിക്കുന്ന ക്രിക്കറ്റ്, അതാണ് ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ്. അല്ലാതെ കളർ ഡ്രസ്സിൽ കളിക്കുന്നതാണ് 1 ഡേ അല്ലെങ്കിൽ T20 ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റിൽ 316 പ്ലെയറാണ് ഇതുവരെ കളിച്ചിരിക്കുന്നത്. അതിൽ 242ാമത്തെ പ്ലെയറായിട്ട് ഞാൻ കളിച്ചു. അപ്പം അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്, വലിയൊരു ഭാഗ്യമായിട്ടാണ് തീർച്ചയായിട്ടും കാണുന്നത്. എന്താണ് ഭാഗ്യം എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റേജുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ഒരു സാഹചര്യമായിട്ടാണ് ഇപ്പോൾ അത് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അധ്വാനിച്ചു, തീർച്ചയായിട്ടും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി ആയിരുന്നു ക്യാപ്റ്റൻ, സച്ചിൻ ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങളുടെ ആ ജനറേഷനുള്ള ആൾക്കാർക്ക് അറിയാം പേരുകൾ. രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ്, സഹീർ, ആശീഷ് നെഹ്റ, എല്ലാവരും കൂടെയാണ് ഞാനും പന്തെറിഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ അത് ചരിത്രമാണ്. പക്ഷേ അന്ന് ഇന്ത്യ കളിച്ചപ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റി കിട്ടി. അതായത് ഇന്ത്യൻ
cricket player, first player from Kerala to play for India എന്നൊരു ഐഡൻറ്റിറ്റി കിട്ടി. ഒരു വ്യക്തിത്വം എനിക്ക് ഇതിൻ്റെ ഉടമയായി തീർന്നു ഞാൻ. ഓക്കെ, അന്ന് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു, ഇന്നും അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ എന്നെ വിളിക്കണ ഒരു കാരണമില്ല അല്ലേ. ആ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അന്ന് വളരെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ വ്യക്തിത്വം എന്ന് എനിക്കൊരു ബോധ്യം അന്ന് വന്നു. ഇനി അതാർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും ആ ഒരു വ്യക്തിത്വം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഓക്കെ, 2 വർഷം ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. 2001, 2002, 2003 വേൾഡ് കപ്പിന് മുമ്പ്, തൊട്ട് മുമ്പിലാണ് ഞാൻ ടീമിൽ നിന്ന് പുറത്തു വരുന്നത്. വേൾഡ് കപ്പ് പ്രോബിൾസിലുണ്ടായിരുന്നു. അതുവരെ അതിനുശേഷം ടീമിൽ നിന്ന് വിട്ടുപോയ ശേഷം വീണ്ടും ടീമിലേക്ക് വരാൻ സാധ്യത കിട്ടിയിട്ടില്ല. പക്ഷേ മെനക്കെടുന്നുണ്ട്, ഹാർഡ് വർക്ക് അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ തിരിച്ച് ടീമിലേക്ക് വരാൻ കഴിയുന്നില്ല. പുറകിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇഞ്ചുറീസ് വന്നു, ടീമിൽ നിന്ന്, അതായത് കേരള ടീമിൽ നിന്ന് ഡ്രോപ്പായ അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൺട്രോളിലല്ലാത്ത സാഹചര്യത്തിലേക്ക് കടന്നുപോയി. ഞാൻ പറയട്ടെ, ഞാൻ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ട്രഡീഷൻസ് എല്ലാം വളരെ നല്ല രീതിയിൽ എനിക്കറിയാം. ഓക്കെ, ബൈബിൾ എന്നും വായിക്കുമായിരുന്നു. ഓക്കെ, അത് കമ്പൽസറി ആയിരുന്നു, ബൈബിൾ വായിക്കണമെന്ന്. 2 നേരം വായിക്കണമെന്ന് വീട്ടിൽ കമ്പൽസറി ആയിരുന്നു. പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഓക്കെ, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. യേശു ദൈവമാണെന്ന് അറിയായിരുന്നു. യേശു ദൈവമാണെന്ന് എനിക്കറിയായിരുന്നു. ഓക്കെ, പക്ഷേ ഇതെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ബൈബിളല്ല വിട്ടുപോയത്, ഞാൻ എൻ്റെ വ്യക്തിത്വം എന്ന് വിചാരിച്ച കാര്യം എന്നിൽ നിന്ന് വിട്ടുപോയി. ഓക്കെ, കേരള ടീമിൽ നിന്ന് തന്നെ ഡ്രോപ്പായി. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് മാനസിക വിഭ്രാന്തി വന്നൊരു സമയമുണ്ടായിരുന്നു. 2006, 2007 കാലഘട്ടത്തിൽ ഒരു ആങ്സൈറ്റി, ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ. എന്തുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ തന്നെ ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരവസ്ഥ. ഓക്കെ, കളി വിട്ടുപോയ അവസ്ഥ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാൻ എൻ്റെ ബോളിംഗ് തന്നെ മറന്നുപോയി. ഓക്കെ, ബോള് പിടിക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ ബോൾ റണ്ണപ്പിലേക്ക് നിൽക്കുക, ഓടി വരണമല്ലോ. അപ്പോൾ റണ്ണപ്പിൻ്റെ മേളിൽ നിൽക്കുമ്പോൾ കാല് അനങ്ങൂല, കാല് ഹെവി ആയിട്ട് തോന്നും, ഓടാൻ പറ്റുന്നില്ല, ഓടാൻ മറന്നുപോയ ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അതൊരു നല്ലൊരു സ്റ്റേജായിരുന്നു. ദൈവം ഒരു മേ ബി എത്തിച്ച ഒരു സ്റ്റേജായിരിക്കും. എന്തുകൊണ്ടാ ഈ ദൈവത്തെ ഒന്ന് തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്കറിയാവുന്ന ദൈവത്തെ, അല്ലെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ ഞാൻ എന്നും വിളിക്കുന്ന ഒരു ദൈവത്തെ തിരിഞ്ഞു നോക്കാനായിട്ട് ദൈവമായിട്ട് ഒരുപക്ഷെ ഒരു നിലയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്. അവസ്ഥയിൽ എങ്ങനെയാണ് ദൈവത്തെ നോക്കിയത്? വേറൊന്നുമില്ല, വചനം ഒന്നും കൂടെ ആത്മാർത്ഥമായി വായിച്ചു തുടങ്ങി. വചനം ഒന്നും കൂടെ അറിയാനായിട്ടുള്ളൊരു വാഞ്ച അകത്ത് വന്നു. ഓക്കെ, അതായത് ഇതെന്താ, സത്യം എന്താ? അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തുടക്കം വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ പല ആൾക്കാരും, ഇതുപോലെ പാസ്റ്റർമാർ, പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി. എനിക്കറിയാത്ത ആൾക്കാർ. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ടീമിൽ അവിടെ ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ കത്തുകൾ വന്നു തുടങ്ങി. എന്നെ അറിയാത്ത ആൾക്കാർ എല്ലാത്തിലും എഴുതിയിരുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി എഴുതിയ മെസ്സേജുകൾ എൻ്റെ അടുത്ത് എത്തിത്തുടങ്ങി. ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്നും, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെന്നും,
ആ പർപ്പസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കടന്നു പോകുന്നത്. ഞാൻ ഒരു രീതിയിലും ഭ്രമിച്ചു നോക്കേണ്ട എന്നുള്ള സന്ദേശം എൻ്റെ ജീവിതത്തിൽ അല്പൊരു വെളിച്ചം എൻ്റെ ജീവിതത്തിൽ തന്നു ദൈവം. ഓക്കെ, ഞാൻ 21 വയസ്സിൽ ഈ ലോകത്തിൻ്റെ എല്ലാം സുഖങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. 21 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ നമ്മുടെ വചനത്തിലുണ്ടല്ലോ. ഈ ഭൂമിയിലെ ഒരു രാജാവായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ആ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ആ സ്റ്റാറ്റസാണ്. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെ ദുശീലങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ കൂടെ പല നാശങ്ങളും എൻ്റെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. ഓക്കെ, അതും കൊണ്ടെല്ലാം ബന്ധപ്പെട്ടും ഭാരപ്പെട്ട് ജീവിക്കുന്ന എനിക്കറിയാം ഞാനൊരു ദൈവത്തിൻ്റെ ഒരു മകനാണ്. പക്ഷേ ആ ദൈവത്തിൻ്റെ വഴിയിലല്ല നിൽക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഞാൻ ഈ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത്, അതായത് കർത്താവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഒരു അല്പസമയമുണ്ട്. അത് 1-2 ദിവസത്തിൽ നടന്ന കാര്യമല്ല. ഒരു വർഷം സമയം കൊണ്ട് ദൈവം യേശു ആരാന്ന് എനിക്ക് യഥാർത്ഥമായി വെളിപ്പെടുത്തി തന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യേശുവിനെ അറിയായിരുന്നു. പക്ഷേ യേശു രാജാവാണെന്നും ഈ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാണെന്നുള്ള വെളിപ്പാട് എൻ്റെ ഉള്ളിൽ വന്നു. ആ സത്യം ഒരു മതപരമായ വിശ്വാസത്തിൽ നിന്ന് മാറി ഈ ദൈവത്തെ ഞാൻ കണ്ടു തുടങ്ങി. യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടു തുടങ്ങി, യേശുവിനെ കണ്ടു തുടങ്ങി. അതെങ്ങനെ കണ്ടു തുടങ്ങി? വചനത്താൽ കണ്ടു തുടങ്ങി, അല്പമായി കണ്ടു തുടങ്ങി. ദൈവദാസന്മാർ എന്നോട് സംസാരിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചർച്ച് മീറ്റിങ്ങിൽ പോയി. ചർച്ച് മീറ്റിങ്ങിൽ ഒരു ഞായറാഴ്ച ചെന്നിരിക്കുമ്പോൾ പാസ്റ്റർ പ്രസംഗിച്ച വചനം ഞാൻ കേട്ടത് യേശുവിൻ്റെ സ്നേഹത്തെ പറ്റിയായിരുന്നു. യേശുവിൻ്റെ സ്നേഹം മാത്രമായിരുന്നു ഞാൻ കേട്ടത്. അന്ന് ഞാൻ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ എൻ്റെ മുമ്പിൽ കണ്ടു. ഞാൻ അതുവരെ ദൈവം കാണിച്ചു തന്ന യേശു, രാജാവായി ദൈവമായി വാഴുന്ന യേശുവിനെ എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി ആ രാജാവ് ഭൂമിയിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച് ക്രൂശിലേറി എൻ്റെ പാപം ആ ക്രൂശിലേറി എന്നെ വിടുവിക്കാനായിട്ട് വന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ദൈവത്തിൻ്റെ ക്രൂശിൽ കണ്ടു. ആ ദിവസം എൻ്റെ ജീവിതം മാറിയതാ. അന്ന് മാറിയ ജീവിതമാണ് എൻ്റെ. ആ സ്നേഹം കണ്ടപ്പോൾ മാറിയ ജീവിതം. ഇന്നും ഞാൻ ആ സ്നേഹത്തിൽ നിൽക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൽ ഇന്നും നിൽക്കുന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ നിൽക്കാവുന്ന ഒരു ശക്തിയില്ല എന്നാണല്ലോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? റോമൻ 8 അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഈ സ്നേഹത്തെ മാറ്റിക്കളയാനായിട്ട് ഒന്നുമില്ല ഭൂമിയിൽ. ആ സ്നേഹം ഞാൻ ക്രൂശിൽ കണ്ട ദിവസം, അന്ന് എൻ്റെ ജീവിതം മാറി. എൻ്റെ ഭാരം എല്ലാം മാറിപ്പോയ ദിവസം, എല്ലാം മാഞ്ഞുപോയ ദിവസം. അന്ന് കർത്താവ് എന്നോട് സംസാരിച്ചൊരു വചനമുണ്ട്, മത്തായി 3:8. മാനസാന്തരപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ആ സഭായോഗത്തിൽ നിൽക്കുമ്പോൾ, സഭായോഗം കഴിഞ്ഞ് ഞാൻ ബൈബിളൊന്ന് തുറന്ന് വായിച്ചപ്പോൾ മത്തായി 3:8 ഇങ്ങനെ പറയുന്നു: നിന്റെ മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്പീൻ എന്നുള്ള വചനമാണ് ഞാൻ വായിക്കുന്നത്. മാനസാന്തരം തക്കതായ ഫലം കായ്പീൻ. എനിക്ക് മനസ്സിലായില്ല എന്താ വചനത്തിൻ്റെ അർത്ഥം. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ദൈവം, സർവശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ എൻ്റെ യേശു എന്നോട് സംസാരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ഇടപെട്ട് എന്നോട് സംസാരിക്കും. ഞാൻ ആരാണ്? അതുവരെ പാപച്ചെളിയിൽ എനിക്ക് തന്നെ അറപ്പായി വെറുപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ.
അധികം നേരം ആയിട്ടില്ല ഞാൻ വിടുവിക്കപ്പെട്ടിട്ട്. പക്ഷേ ആ കർത്താവിനെ അറിഞ്ഞ ശേഷം ഈ ദൈവം എന്നോട് സംസാരിക്കുകയാണ്, വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. എനിക്കറിയാം നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് ദൈവം വചനത്തിൽ കൂടെ. പക്ഷെ ഈ സംസാരത്തിന് എൻ്റെ ജീവിതം മാറ്റി. എനിക്ക് പുതിയ ജീവൻ നൽകി, പുതിയ ശക്തി നൽകി. ഒന്നെനിക്ക് ഉറപ്പായി, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. ഈ കർത്താവ്, ഈ യേശു, ജീവിക്കുന്ന യേശു, മതപരമായ യേശു അല്ല, ജീവിക്കുന്ന യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അന്ന് എനിക്ക് ഉറപ്പായി. ഒരിക്കലും കൈവിടില്ല എന്ന് വാക്ക് തന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ദൈവം ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ബോധ്യമായി ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് ഞാൻ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. വീട്ടിൽ ചെന്ന് പപ്പയും മമ്മിയുടെ അടുത്തെല്ലാം വിളിച്ച് അത്ര സന്തോഷമായിരുന്നു. ദൈവത്തെ അറിഞ്ഞു. പപ്പയും മമ്മിക്ക് ദൈവത്തെ അറിയുമോ? എന്നെ ഉണ്ടാക്കി ആരാന്നറിയാമോ? ഈ യേശുവാണ്. ഈ യേശു എന്നോട് സംസാരിച്ചു. യേശുവിനെ ഞാൻ ഇന്ന് അനുഭവപ്പെട്ടു. ഷൗട്ട് ചെയ്ത് വലിയ ഉച്ചത്തിലാണ് വീട്ടിൽ ചെന്ന് ഞാൻ ഈ സന്തോഷം പറഞ്ഞത്. പപ്പയും മമ്മിയും പറഞ്ഞു, ഇവന് വട്ടായെന്ന് തോന്നുന്നു, ഇവൻ കൈവിട്ട് പോയെന്ന് തോന്നുന്നു. അതുവരെ അവർ കളിയൊക്കെ പോയൊരവസ്ഥയായിരുന്നു അന്ന്. ഒരു അവർക്കും സങ്കടമുള്ളൊരവസ്ഥ. ഇവൻ എന്താ ചെയ്യാൻ പോണേ? അപ്പം ഇവൻ ടോട്ടലി പോയെന്ന് വിചാരിച്ച് അവര് എന്നോട് നോക്കുകയാണ്, ഇവൻ എന്താ പറ്റിയേ. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ അതിനുശേഷം വീണ്ടും കളിച്ചു തുടങ്ങി. ABC ആദ്യം തൊട്ട് തുടങ്ങണമായിരുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു, മറന്നുപോയി. പക്ഷെ ഓരോ ബോൾ എറിയുമ്പോഴും ഞാൻ റണ്ണപ്പിൻ്റെ മേളിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ നിന്നിൽ ഏൽപ്പിക്കുന്നു, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ കഴിവിനെയും നിന്നിൽ ഏൽപ്പിക്കുന്നു, നീ ഏറ്റുകൊള്ളുക. ഒരു കാര്യം ചെയ്യായിരുന്നു, ഓടി വന്ന് വലിച്ചെറിയും. അത് മാത്രമേ ഉള്ളൂ. ആക്ഷൻ എന്താണെന്ന് അറിയില്ല. എവിടെ എറിയണമെന്ന് തീർച്ചയായിട്ടും അറിയാം. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പക്ഷെ എന്താ ഉദ്ദേശം, അല്ലെങ്കിൽ നേരത്തെ എങ്ങനെയായിരുന്നു ഞാൻ എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ആലോചനയില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഓടി വന്ന് എറിയണം. പക്ഷെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. അതെൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും കാണുന്നുണ്ട് ആ സന്തോഷം. ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം? ഈ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള സ്വാതന്ത്ര്യം. എനിക്ക് വിക്കറ്റ് കിട്ടുമോ ഇല്ലേ അത് പ്രശ്നമല്ല. നാളെ ടീമിലുണ്ടോ ഇല്ലേ അത് പ്രശ്നമല്ല. നാളെ ഞാൻ കളിക്കോ ഇല്ലേ അതും പ്രശ്നമല്ല. എന്തുകൊണ്ടാ? എൻ്റെ അകത്ത് വ്യക്തിത്വം മാറിയിരുന്നു. അകത്തുള്ള മനുഷ്യൻ എൻ്റെ മാറി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് പോയി, പുതിയത് വന്നു. പഴയത് മുഴുവനും പോയിരുന്നു. ഞാനായിട്ട് ചെയ്തതല്ല, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിധമാണത്, ഒരുക്കിയ ജീവിതമാണത്. പുതുജീവൻ അവൻ എന്നിൽ തന്നു. ആ സ്വാതന്ത്ര്യത്തിൽ 3 വർഷം കൂടെ കളിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ആ 3 വർഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ 3 വർഷം കളിച്ചതിൽ. എന്തുകൊണ്ട് അനുഗ്രഹം എന്ന് ഞാൻ പറയാം. കർത്താവിൽ സന്തോഷിച്ച് എനിക്ക് കളിക്കാൻ കഴിഞ്ഞു. കർത്താവിലുള്ള സന്തോഷത്തിൽ നാളെ പറ്റി എനിക്ക് ചിന്തയില്ല. ഇന്നെന്താവുമെന്നും ചിന്തയില്ല. ആത്മീയമായ സന്തോഷമാണ്, ഒരവസ്ഥയാണത്. കർത്താവിൽ മാത്രം സന്തോഷിച്ച് വചനത്തിൽ പറ റിജോയ്സ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ആ ഒരവസ്ഥ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഓരോ പന്തെറിയുമ്പോഴും കർത്താവിൻ്റെ കൂടെ പന്തെറിയാൻ കഴിയുക.
അങ്ങനെ അനുഭവത്തിലൂടെ 3 വർഷം ഞാൻ കളിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ 3 വർഷങ്ങളായിരുന്നു. അതിനുശേഷം ഇന്നും ഞാൻ ആ ഒരു വ്യക്തിത്വത്തിൽ പിടിച്ചു നിൽക്കുന്നു. ദൈവകൃപയാൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ കഴിയുന്നതിനെക്കാട്ടിൽ വലിയ ഒരു ബഹുമതി ഉണ്ടെന്ന് എനിക്ക് ലോകത്തിൽ മറ്റൊരു ബഹുമതി ഇല്ല. അത് നമുക്കറിയാം ആണല്ലോ. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെട്ടവർ ദൈവമക്കൾ ആവുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളാവുന്നു. അവനെ കൈക്കൊണ്ട്, പാസ്റ്റർ പറഞ്ഞ വചനം, അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്നവർ ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു എന്നാണ് ദൈവം പറയുന്നത്. അതും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ വന്നിരിക്കണം, അല്ലേ? വന്നിരിക്കണം. ഈ സുവിശേഷം എല്ലാവർക്കും ഉള്ളതാ. ദൈവം ആരെയും മാറ്റിയിട്ടില്ല. എല്ലാവർക്കും ഉള്ള സുവിശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു എല്ലാവരുടെയും ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ വിടുതൽ ലഭിച്ചതും അതിൽ നിന്നാണ്. മതപരമായ ആചാരങ്ങളിൽ നിന്നുള്ള വിടുതൽ. മതം എന്നിൽ നിന്ന് മാറിപ്പോയി. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ എനിക്ക് ദൈവത്തെ സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങനെ ജീവിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. പക്ഷെ എൻ്റെ ആശ്രയം അതിലല്ല. എൻ്റെ ആശ്രയം യേശുവിലായി. യേശുവിലായതുകൊണ്ട് ദൈവം പറയുന്ന പോലെ ജീവിക്കാനുമുള്ള കൃപ അവൻ ഇന്ന് എനിക്ക് തരുന്നു. ഇനിയൊരു അടിമനുഖത്തിന് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. വളരെ തെളിച്ചാണ് ദൈവം എഴുതിയിരിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ എന്ത് ആവും നമുക്കറിയില്ല. പക്ഷെ അവൻ ഒരു വാക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇന്ന് നമ്മൾ അവൻ്റെ കൂടെ സ്വർഗസ്ഥലത്തിൽ ദൈവം ഇരുത്തിയിട്ടുണ്ടെന്ന് കർത്താവ് തന്ന വാക്കാണ് നമുക്ക്. അതാണ് ഇന്ന് എൻ്റെ ശക്തി, നിങ്ങളുടെയും ശക്തി അത് തന്നെയാണല്ലോ. നമ്മുടെ ബലം ഇന്ന് യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ബലം. നമ്മുടെ ജോലിയല്ല, ആരോഗ്യമല്ല, പണമല്ല, എന്ത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല. അതെല്ലാം കർത്താവ് നമുക്ക് തന്ന താലന്തുകൾ മാത്രം, മറ്റൊന്നുമല്ല. എല്ലാം ദൈവത്തിന് നമുക്ക് എണ്ണി കണക്ക് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്തു മാത്രം. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ക്രിസ്തു മാത്രം. മറ്റൊന്നും നമുക്ക് സമ്പാദ്യമായിട്ടില്ല ഇവിടെ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് വന്ന് കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കാൻ ദൈവം തന്ന അവസരത്തിനായി ഒരുപാട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ജനിച്ച ഈ ദേശത്ത് ആദ്യമായിട്ടാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നത്. അതിനായിട്ട് അവസരം തന്ന എല്ലാവർക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. സമയം പോയെന്നറിയാം, എന്നാലും നിർത്തുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.